അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ. ഓറിയോ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മൈദ മാവോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് റെഡിയാക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ നമ്മളിത് കേക്ക് ടിന്നിലൊന്നുമല്ല ചെയ്തെടുക്കുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമുക്കൊരു ചായപാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത്രക്കും ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതായ ഒരു ഓറിയോ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 35 രൂപേൻ്റെ ഓറിയോ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണം കേട്ടോ. ഇതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ക്രീം വേറൊരു ബൗളിലേക്കും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വേറൊരു ബൗളിലേക്കും നമുക്കൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഈ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ മിക്കവാറും ആളുകൾ ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ക്രീം ബിസ്ക്കറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ചോക്ലേറ്റും അതുപോലെ തന്നെ ക്രീമും ബിസ്ക്കറ്റും നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ മൊത്തത്തിലൊന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഇടുന്ന ആ ഒരു ബോളുണ്ടല്ലോ, അത് കുറച്ചൊരു വലിയ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിലേക്കാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതാ ബിസ്ക്കറ്റ് മൊത്തമായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതാ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതാ മൊത്തത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പൊന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇതിൽ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. 1/2 കപ്പ് പഞ്ചസാര ഇതിന് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ 1 കപ്പ് പാലാണ്. ഇത് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ, ചൂടാക്കിയതൊന്നുമല്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ പോകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു ക്രീം നമ്മുടെ ഈ ഒരു മിക്സിൽ നന്നായിട്ട് നലിയുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു ക്രീമിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ചെറിയ ബൗളിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു ക്രീമിൻ്റെ തരിതരിപ്പൊന്നും അതിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് മെൽറ്റായിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അത്യാവശ്യം അലിയുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചായപാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ മിക്സ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നേരെ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ഒരു ഇരുമ്പിൻ്റെ തവ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ടല്ല, പഴയൊരു പാന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് ഞാനിതിന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഇരുമ്പ് തവ ആണ്. ഞാനത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 to 25 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നൊക്കെ ആ ഒരു വേവാത്ത പോലെ തോന്നുന്നു മാത്രം കേട്ടോ, പക്ഷേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതാ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൽ മൈദാമാവൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ സെൻറ്റർ നല്ലൊരു ജ്യൂസി ആയിട്ട് നമ്മുടെ ലാവാ കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ കേക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിതാ ഇതിലേക്കൊരു 10 രൂപേൻ്റെ ഒരു 5 പാക്ക് പിന്നെ ഡയറി മിൽക്ക് വാങ്ങിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതും ഇതാ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് നേരെ ഒന്ന് മെൽറ്റാക്കിയിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒഴിച്ചിട്ട് മൊത്തത്തിൽ എല്ലാ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാം. പിന്നെ ഇത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്ന ആ ഒരു സൈസ് കേക്കല്ല, നമ്മളിത് ഒരു സ്പൂണ് വെച്ചിട്ട് കോരി കഴിക്കുന്ന രീതിയിലാണ് ഇത് കഴിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് കിടക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. എന്നാൽ സെൻറ്റർ ഭയങ്കര ജ്യൂസി ആയിട്ട് ആ ഒരു ടെക്സ്ചറിലാണ് ഇത് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു സ്പൂണ് വെച്ചിട്ട് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിൽ മൈദ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കേക്ക് അത്ര കട്ടിയായിട്ടൊന്നല്ല ഇരിക്കില്ല. ഇതുപോലെ കോരി കഴിക്കുന്ന രീതിയിലാണ് നമുക്ക് കേക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ ചോക്ലേറ്റ് ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ സാധനങ്ങൾ മാത്രമല്ലേ നമുക്കിതിനാവശ്യമുള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.